Hey, what's up guys? Appika here. Welcome back to my channel APPEKAZZ. ഒരു 61കാരനെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു സംഭവം ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. വേറെ എങ്ങുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം ഇന്ത്യയിലാണ്. അതും ഈ ഇത്തിരി കുഞ്ഞൻ ഡിവൈസിന്റെ സഹായത്തോടു കൂടി. മരണത്തിന്റെ മുൾമുനയിൽ നിന്നും ജീവിതത്തിന്റെ വെളിച്ചത്തേക്ക് അദ്ദേഹത്തെ പിടിച്ചുയർത്തിയ ഈ ഡിവൈസ് വേറെ ആരുടെയല്ല ഗൈസ്, നമ്മുടെ സ്വന്തം ബ്രാൻഡായ ആപ്പിളിന്റെ ആപ്പിൾ വാച്ച് ആണ്. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആപ്പിളിന്റെ ഏറ്റവും പുതിയ വേർഷനായ ആപ്പിൾ വാച്ച് സീരീസ് 6ന്റെ അൺബോക്സിംഗ് ആണ്. ഈ വീഡിയോ കാണുന്ന എല്ലാ മച്ചന്മാർക്കും ഒരുപാട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ ഈ ബിഗ്ഗസ്റ്റ് അൺബോക്സിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ആപ്പിൾ വാച്ചിന്റെ സീരീസ് 6ന്റെ 40mm GPS വേർഷൻ ആണ്. സോ നമ്മളിപ്പോ എടുത്തേക്കുന്നത് ബ്ലൂ വേർഷൻ ആണ് കേട്ടോ. സോ നമുക്ക് അധികം ടൈം കളയാൻ നേരെ നമ്മുടെ അൺബോക്സിലോട്ട് പോകാം അല്ലേ. സോ ഞാൻ അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇച്ചിരി ടൈം സേവ് ചെയ്യാനായിട്ട് അൺബോക്സിങ് കുറച്ച് സ്പീഡിലാക്കിയിരിക്കുകയാണ്. സോ ബോക്സ് തുറന്നപ്പോൾ തന്നെ നമുക്ക് ആദ്യം രണ്ട് വലിയ ബോക്സ്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള രണ്ട് വലിയ ബോക്സ് വന്നിട്ടുണ്ട്. ഒരെണ്ണത്തിൽ നമ്മുടെ വാച്ചും രണ്ടാമത്തേൽ നമ്മുടെ സ്ട്രാഫും ആണെന്ന് തോന്നുന്നു. ഇന്ത്യയിൽ മാത്രമല്ല ഗൈസ്, ലോകത്തിന്റെ വിവിധ കോണിൽ നിന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആപ്പിൾ വാച്ച് ഒരാളെ സേവ് ചെയ്തു, ആപ്പിൾ വാച്ച് കാരണം ഒരാൾ രക്ഷപ്പെട്ടു, അങ്ങനെ ലൈഫ് സേവിങ് മൂവ്മെന്റ് ഒരുപാട് ആപ്പിൾ വാച്ചിന് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ എന്ത് ഫ്യൂച്ചറാണ് ഈ ആപ്പിൾ വാച്ചിന് ഈ തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേടിക്കൊടുക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് നോക്കാം. ആപ്പിൾ വാച്ചിന്റെ ഏറ്റവും വലിയ ബോക്സ് ഉള്ളതിൽ ഏറ്റവും വലിയ ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ അതിനകത്തുനിന്ന് ഒരു ചാർജറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആപ്പിൾ വാച്ച് ഒരു കോണില് സൈഡിലായിട്ട് ഒതുങ്ങിയിരിപ്പുണ്ട്. ഒരു മാഗ്നറ്റിക് ചാർജറാണ്. ആപ്പിൾ വാച്ച് സീരീസ് 6 വയർലെസ്, സീരീസ് 5 പോലെ തന്നെ വയർലെസ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. സോ ആപ്പിൾ വാച്ച് നമ്മൾ ആ ഒരു ചെറിയൊരു ബ്ലൂ കളർ ബോക്സിൽ നമ്മൾ എടുത്തപ്പോൾ തന്നെ ആപ്പിൾ വാച്ച് ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടുണ്ട്. അപ്പൊ മച്ചന്മാരെ, നിങ്ങൾക്ക് അറിയാലോ, ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ പവർഫുൾ ബ്രാൻഡാണ് ആപ്പിൾ. സോ ആപ്പിളിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ വളരെ ഫ്യൂച്ചർ റിച്ച് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഡിവൈസുകളാണ്. അതേ ക്വാണ്ടിറ്റിയിൽ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ആപ്പിൾ വാച്ചിന്റെ സീരീസ് 6 ഇറക്കിയേക്കുന്നത്. സോ ഈ ഇത്തിരി കുഞ്ഞിനെ ഇത്രയും പവർഫുൾ ആക്കുന്നത് അതിന്റെ ഫ്യൂച്ചേഴ്സ് തന്നെയായിരിക്കും അല്ലെ. സോ നമുക്ക് ഇതിന്റെ കിങ് ഫ്യൂച്ചേഴ്സ് എന്തൊക്കെയാന്ന് നോക്കാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ആപ്പിൾ വാച്ച് സീരീസ് 6 40mm അലുമിനിയം ബോഡിയാണ്. ഡീപ് നേവി ബ്ലൂ ആണ് കളറ്. നമ്മളിപ്പോ എടുത്തേക്കുന്നത് GPS വൈഫൈ വേർഷൻ ആണ്. സോ ഇതിന്റെ കിങ് ഫ്യൂച്ചറിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, ആപ്പിൾ വാച്ചിന്റെ സീരീസ് 5നെ അപേക്ഷിച്ച് SpO2 എന്ന് പറഞ്ഞ എക്സ്ട്രാ സെൻസറും പിന്നെ സെക്കൻഡ് ജനറേഷൻ ഹാർട്ട് റേറ്റ് ആൻഡ് ECG ബിഗറ്റ് സെൻസർ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇംപ്രൂവ്മെന്റ് പറയേണ്ടത് ഇതിന്റെ ചിപ്സെറ്റിലാണ്. 6th ജനറേഷൻ ആണ്. മൈക്കും സ്പീക്കറും പഴയതിനെ അപേക്ഷിച്ച് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം സീരീസ് 5നെ പോലെ തന്നെ ഫ്യൂച്ചറാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചർ ഇതിനകത്ത് പോസ് ചെയ്തിട്ട് വായിക്കാവുന്നതാണ്. എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാവുന്ന എല്ലാ ഫ്യൂച്ചറും പഴയതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഈ വാച്ചിൽ എടുത്തു പറയുന്നത് ഡിസ്പ്ലേ ആണ് ഗൈസ്. ഒരു രക്ഷയില്ല, ഓൾവേസ് ഓൺ റെറ്റിന LTPO OLED ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൂപ്പർ പിക്സൽ സൂപ്പർ ബ്രൈറ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഇവർ ഇതിനകത്ത് ഈ വാച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രൊട്ടക്ഷന്റെ കാര്യം നോക്കുവാണെങ്കിൽ സാഫയർ ക്രിസ്റ്റൽ ഗ്ലാസ് ആണ്. സോ സാഫയർ ക്രിസ്റ്റൽ ഏറ്റവും ഹാർഡ്നെസ് ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അതുകൊണ്ട് പ്രൊട്ടക്ഷനിൽ യാതൊരു വിട്ടുവീഴ്ച ഇവർ വരുത്തിയിട്ടില്ല. സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ കുറച്ച് എക്സ്റ്റേണൽ പാർട്സ് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ പഴയ വേർഷൻ പോലെ തന്നെ ഡിജിറ്റൽ ക്രൗൺ ഹോം ബട്ടൺ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സൈഡ് ബട്ടണും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നല്ല ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് ജനറേഷൻ മൈക്ക് അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇതിന്റെ ലൗഡ് സ്പീക്കറിന്റെ കാര്യം നോക്കുവാണെങ്കിൽ സീരീസ് 5നെ അപേക്ഷിച്ച് 50% മോർ ലൗഡർ സെക്കൻഡ് ജനറേഷൻ ലൗഡ് സ്പീക്കർ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. വാട്ടർ റിജക്ട് മോഡ് സപ്പോർട്ടർ ആണ്. ഈ വാച്ച് 50 മീറ്റർ വാട്ടർ പ്രൂഫ് ആണ്. പഴയ സീരീസ് വാച്ചുകളെ പോലെ ഇന്റർചേഞ്ചർ സ്ട്രാഫ് ആണ് ഈ വാച്ചിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വാച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഗൈസ്, ഈ ബാക്ക് സൈഡിൽ കാണുന്ന ഹൈ സെൻസിറ്റിവിറ്റി 4 ഫോട്ടോഡ് ആയിട്ടുള്ള ഈ വലിയ സെൻസർ. SpO2 ECG ഹാർട്ട് റേറ്റ് ആണ് ഇത് മെഷർ ചെയ്യുന്നത്. ഡീപ്ലി ഇലുമിനേറ്റ് ചെയ്യുന്ന ഈ 4 LEDs നമ്മുടെ ബ്ലഡിന്റെ ഓക്സിജൻ ലെവലിനെ അതുപോലെ തന്നെ ഹാർട്ടിന്റെ ബീറ്റിനെ വളരെ കൃത്യമായി തന്നെ മെഷർ ചെയ്യുന്നു. അപ്പൊ മച്ചന്മാരെ, നിങ്ങൾ ഈ വാച്ചിന്റെ എല്ലാ ഫീച്ചേഴ്സും ഇപ്പൊ കണ്ടു കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മുടെ സ്ട്രാഫിന്റെ ബോക്സ് അൺബോക്സ് ചെയ്യാൻ മറന്നു അല്ലേ. അപ്പൊ നമ്മുടെ ഈ സ്ട്രാഫിന്റെ ബോക്സ് അൺബോക്സ് ചെയ്തപ്പോൾ 3 വ്യത്യസ്ത ബാൻഡുകൾ നമുക്ക് കിട്ടി. വൃസ്റ്റിന്റെ സൈസ് അനുസരിച്ച് ഒരു എക്സ്ട്രാ ബാൻഡ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ നെക്സ്റ്റ് ഇതിന്റെ വൃസ്റ്റ് വ്യൂ എങ്ങനെയുണ്ടെന്ന് നോക്കാം. എന്റെ വൃസ്റ്റിൽ ഈ വാച്ച് വളരെ ചെറുതാണ്, അതുകൊണ്ട് ഇതിന് പറ്റിയ ഒരു വൃസ്റ്റ് ഞാൻ തെരഞ്ഞെടുത്തു. ഈ വാച്ചിന്റെ ഉടമസ്ഥന്റെ തന്നെ വൃസ്റ്റാണിത്. സോ അദ്ദേഹത്തിന്റെ വൃസ്റ്റിൽ നല്ല അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, നല്ല ലുക്ക് ഉണ്ട് വാച്ച് കാണാനായിട്ട്. എല്ലാ ലൈറ്റ് കണ്ടീഷനിലും ഈ വാച്ചിന്റെ ഡിസ്പ്ലേ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. ലോ ലൈറ്റിലാണെങ്കിലും അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിലാണെങ്കിലും ഈ വാച്ചിന്റെ ഡിസ്പ്ലേ നല്ല പെർഫോമൻസ് ആണ്. നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് ഈ വാച്ച് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. റെറ്റിന ഡിസ്പ്ലേ ആണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പെർഫോമൻസ് ഈ വാച്ചിലൂടെ ഡയറക്റ്റ് സൺലൈറ്റിലും കാണാൻ സാധിക്കും. സോ ഗൈസ്, നെക്സ്റ്റ് നമ്മുടെ വാച്ചിന്റെ ഹാൻഡ് ഓവർ വീഡിയോ നോക്കാം. ഈ വാച്ച് കയ്യിലെടുക്കുമ്പോൾ തന്നെ നല്ലൊരു ലൈറ്റ്
ലൈറ്റ് വെയിറ്റ് ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. സോ അതിന്റെ ടച്ച് വളരെ സ്മൂത്ത് ആണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച് ആണ്. സോ നല്ലൊരു ഡിസൈൻ ആണ് അവർ ഈ വാച്ചിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 15 കൂടുതൽ സ്പോർട്സ് മോഡുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഈ വാച്ച് നല്ലൊരു സ്പോർട്സ് ബാൻഡും കൂടാണ്. അതിന് കാരണം ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ബിഗർ സെൻസർ തന്നെയാണ്. സോ നെക്സ്റ്റ് നമുക്ക് ആ ബിഗർ സെൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഒന്ന് ചെക്ക് ചെയ്യുവാണ്. ഞാൻ എന്റെ റിസ്റ്റിൽ ഈ വാച്ച് കെട്ടിയതിനു ശേഷം ഹാർട്ട് റേറ്റിംഗ് ഒന്ന് മോണിറ്റർ ചെയ്യാണ്. ഫസ്റ്റ് റിസൾട്ട് വന്നു 92 ആണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. സോ നമുക്ക് നെക്സ്റ്റ് റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. 99 ഓൾമോസ്റ്റ് ക്ലോസ് റിസൾട്ട് ആണ് കിട്ടിയേക്കുന്നത് ഗൈസ്. അതുകൊണ്ട് ഈ വാച്ചിന്റെ സെൻസർ പക്ക എഫക്റ്റീവ് ആണ്, അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള മെഷർമെന്റ് ആണ് കാണിക്കുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ ഈ വാച്ചിനെ കുറിച്ച് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അവൈലബിലിറ്റി പ്രൈസ് ആണ്. ആപ്പിളിന്റെ ബ്രാൻഡ് ആയതുകൊണ്ട് എല്ലായിടത്തും എല്ലാ റീജിയനിലും ഇത് അവൈലബിൾ ആണ്. പ്രൈസ് റേഞ്ച് വരുമ്പോൾ ഇവിടെ നൂണില് ഏകദേശം 1545 ദിറംസോളം വിലയുണ്ട്. നാട്ടിലെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവൈലബിൾ ആണ്. ആമസോണിൽ ഏകദേശം 49,000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് ഈ വാച്ചിന്. ഇന്ത്യയിലെയും യുഎയിലെയും ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മച്ചന്മാരെ, എന്റെ ചാനല് നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആരും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ എന്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ ഈ ആപ്പിൾ വാച്ച് സീരീസ് 6 ഒരു സംഭവം തന്നെയല്ലേ ഗൈസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂച്ചർ കൂടാതെ ഇന്റർനാഷണൽ എമർജൻസി കോൾ ഫ്യൂച്ചർ, ഫോൾ ഡിറ്റക്ഷൻ, ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഡിറ്റക്ഷൻ, ക്വിക്ക് എമർജൻസി കോൾ ഫ്യൂച്ചർ, ഇതുപോലെയുള്ള എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഈ വാച്ച് ഒരു കംപ്ലീറ്റ് ലൈഫ് സേവർ ആണ്, നിസ്സംശയം പറയാം അല്ലെ. അപ്പൊ മച്ചന്മാരെ, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ. നമ്മുടെ ഈ വാച്ച് അൺബോക്സ് ചെയ്തപ്പം ഇത്രയൊക്കെ ഐറ്റംസ് ആണ് എനിക്ക് കിട്ടിയത്. ഈ വാച്ചിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക. ഈ വാച്ചിന്റെ നെക്സ്റ്റ് ഫ്യൂച്ചറുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. സീ യു നെക്സ്റ്റ് വീഡിയോ.